ഹേ ഗൈസ്, ജാസിയാണ്. ഗൈസ്, ഒന്നുമില്ല, നിങ്ങളിപ്പോൾ ഓൾറെഡി ഷമീറിൻ്റെയും മമ്മൂൻ്റെയും വീഡിയോയിലൊക്കെ ഓരോ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓൾറെഡി എനിക്ക് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്, എന്താ പറ്റിയത്, എന്താ റെഡിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്താ പറയുക, മറ്റൊന്നുമില്ല, അധികം മറച്ചു വെച്ചിട്ടോ നീട്ടി വെച്ച് സംസാരിക്കുന്നൊന്നുമില്ല. MRG ഗ്യാങ്ങിനെ പറ്റിയിട്ടും, അതായത് MRG GTA ഗ്യാങ് അല്ല, നമ്മൾ ഓൾറെഡി നമ്മളൊരുമിച്ച് നിന്ന് MRG ഗ്യാങ് എന്നുള്ള ഗ്യാങ് ഹൗസും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടിയിട്ടാണ്. അതായത് എനിക്ക് ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ. തൊപ്പിയാണ് ഓൾറെഡി MRG ഗ്യാങ് തുടങ്ങുന്നതും പരിപാടിയും കാര്യങ്ങളൊക്കെ. ഒരു വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് എന്താ പറയുക MRG ഗ്യാങ്ങിലേക്ക് പോകുന്നത്. അന്ന് MRG ഗ്യാങ്ങായിട്ടില്ല, ഗ്യാങ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓരോ രീതിയിലുള്ള ആൾക്കാർ, അതായത് കുക്ക്, അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട്, അങ്ങനെ ഞാൻ ഒരു കുക്കിന് വേണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഒരു റീലിട്ടു. അപ്പോൾ റീല് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നിങ്ങളെല്ലാവരും കണ്ടിട്ട് മെൻഷൻ ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ഞാൻ അത് തൊപ്പി ലൈവിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം പേഴ്സണലി ഉണ്ടായ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറയേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങൾ ഇന്നേ വരെ മനസ്സ് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഞാനെന്ന് മാത്രമല്ല, ഇപ്പോൾ ഷമീറും മമ്മും പറയുമ്പോൾ പോലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇവന്മാരുള്ളത് തന്നെയാണോ പറയുന്നത്. നിങ്ങളൊരു കാര്യം ചിന്തിച്ച് നോക്കുക, അതായത് കേരളത്തിൽ തന്നെ 1 മില്യൻ്റെ മുകളിൽ മറ്റേ യൂട്യൂബിലും 2 മില്യൻ്റെ മുകളിൽ ഇൻസ്റ്റയിലും ഫോളോവേഴ്സും, അത്രത്തോളം എന്താ പറയുക, ആൾക്കാരുടെ ഇടയിൽ അടിപൊളിയായിട്ട് ഫെയിമിലും പൊടി സിനിമ, പിന്നെ അതേപോലെ തന്നെ പ്രൊമോഷൻസ് കാര്യങ്ങൾ എല്ലാം അടിപൊളിയായിട്ട് പോകുന്ന ഒരാളാണ് നിയാദ് തൊപ്പി എന്ന് പറയുന്നത്. ഓനെ നമുക്ക് എന്താ പറയുക, നമ്മളെ കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നെങ്കിൽ നമ്മൾ വിടുമെന്നോ ഇല്ലെങ്കിൽ ഓനായിട്ട് നമ്മൾ ഉടക്കുമെന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഗൈസ്, നമുക്കൊരു സ്ഥലത്ത് തീരെ നിൽക്കാനും, പിന്നെ മാത്രമല്ല നമുക്കിപ്പോൾ പൈസയോ ഫെയിമോ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ കൂട്ടായിട്ട് ചില സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മളെ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെ പോലെ തന്നെ എല്ലപ്പം കാണാൻ പറ്റണം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ലൈവ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരെ ബോധിപ്പിക്കാൻ ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ വൈബാണ്, ഇല്ലെങ്കിൽ നമ്മളൊപ്പം കൂടപ്പുറപ്പാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചിരിക്കും, പറയും, സംസാരിക്കുകയൊക്കെ ചെയ്യൂ. അത് ലൈവ് എൻ്റെ വട്ടം നിൽക്കുന്നതോട് കൂടിയിട്ട് അതൊക്കെ തീരും. പിന്നെ നോർമലി നമ്മളൊരു പട്ടി വിലയോ എന്താ പറയുക, പട്ടി വിലയാകുമ്പോൾ പട്ടിക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് ഇടയ്ക്കൊരു തലോടലെങ്കിലും തലയിൽ നമ്മൾ തലോടും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളെ നമ്മളൊപ്പം നിൽക്കുന്ന ആൾക്കാരെ ഒരു അടിമയായിട്ട് കാണാൻ പറ്റുമോ? ഒരിക്കലും. ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത് നിങ്ങൾ വിചാരിക്കും എന്തൊക്കെയാണ് അവൻ പറയുന്നതെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒപ്പം നിൽക്കുമ്പോൾ ഒരു അടിമനെ പോലെ കാണുന്ന ഒരു രീതിയിലേക്കടക്കം അവിടെ കാര്യങ്ങൾ പോയിട്ടുണ്ടായിന്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അവസരത്തിൽ ഓനില്ലാണ്ട് നമ്മൾ മാത്രം ഇവിടെ ഇങ്ങനത്തെ ഒരു വീടെടുത്ത് നിൽക്കാൻ പോലുള്ള കാരണം. നിങ്ങൾ വിചാരിക്കും കുറേ പൈസയും ഫെയിമൊക്കെ ഉണ്ടാക്കിയില്ലേന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ ഓൾമോസ്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ പറയുമ്പോൾ പോലും നിങ്ങളെല്ലാ കാര്യം ഉൾക്കൊള്ളണമെന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 1 വർഷം മുമ്പാണ് ഷമീർ 13 വർഷമായിട്ട് ഓനായിട്ട് ബന്ധമുള്ള ഒരാളാണ്. പിന്നെ മമ്മു ഓൾമോസ്റ്റ് ഞാൻ പോകുന്നതിൻ്റെ 1 വർഷം മുമ്പേ അവിടെ ഉണ്ട്. ഷമീർ, മമ്മു, ഞാൻ, ആദിൽ, അഷ്ഫാഖ് എന്നെല്ലാം പറഞ്ഞാൽ അവരെ കണ്ടൻറ് ക്രിയേഷൻ, നിയാദ് എന്ന് ലൈവ് തുടങ്ങിയിട്ടുണ്ടോ അന്ന് മുതൽ നിയാദിൻ്റെ ഒപ്പം ഉള്ളൊരു വ്യക്തിയാണ് അഷ്ഫാഖ്. അപ്പോൾ നമ്മളൊക്കെ അവൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം വലിയ റീസൺസ് ഉള്ളതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എത്ര കാലം എന്ന് വിചാരിച്ചിട്ടാവും ഷൂട്ടിങ്ങിലാണ്, ആടാണ് ഈടാണെന്ന് പറഞ്ഞിട്ട് ഉരുട്ടുക. അപ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും എന്തായാലും എനിക്ക് ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല, കാരണം ഒന്നുള്ളതുകൊണ്ടല്ല. അത് സത്യം പറഞ്ഞാൽ ഞാൻ പറയൂല, കാരണം അത്രത്തോളം മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ 1 വർഷം മുമ്പാണ് ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഞാനും ഇതേപോലെ തന്നെ എന്തെങ്കിലും ആവണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ്. പിന്നെ അതിലുപരി നല്ല വൈബാണ്. അതായത് എപ്പോൾ നമ്മളിപ്പോൾ ലൈവ് കാണുന്ന സമയത്ത് നിങ്ങളും ഇന്നലെ വരെ ചിന്തിച്ചിട്ടുണ്ടാവുക തൊപ്പീൻ്റെ അടുത്തുള്ള സമയത്ത് അടിപൊളിയാണ്, നല്ല സന്തോഷം ഒക്കെ ആണെന്നാണ്. 1 വർഷം മുമ്പ് ഞാൻ കുക്ക് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോകുന്നത്. പോയിട്ട് സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇങ്ങോട്ട് പറയാൻ പറ്റുമോ ഇല്ല, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഫസ്റ്റ് ദിവസം തന്നെ നിയാദ്
അതെന്നെ ചിലപ്പോൾ പ്രാങ്ക് ചെയ്തായിരിക്കും. ഷഡ്ഡി പുറത്ത് നിർത്തിയിട്ട് തോക്കെല്ലാം ഇങ്ങനെ കുറച്ച് ഒരിതുപോലെ. എന്നിട്ട് ഞാൻ പിന്നെ ചോദിച്ചു, നീ അതെ എന്താ അന്ന് അങ്ങനെ എന്നെ പേടിപ്പിക്കാനുള്ള കാരണം എന്തായെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ്, അല്ല ഒന്നുള്ളതുകൊണ്ടല്ല, ഫസ്റ്റ് തന്നെ നിന്നെ കുറച്ച് പേടിപ്പിച്ച് കഴിഞ്ഞാൽ നീ അങ്ങനത്തെ ഉള്ള ക്യാരക്ടറാന്ന് തിരിയുക. അപ്പോൾ മറിച്ച് വേറെ എന്തെങ്കിലും മുടയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്ത് ഒഴിവാക്കാന്നുള്ള രീതിയിലായിരുന്നു. അതായത് നമ്മളൊരാളെ ട്രീറ്റ് ചെയ്യുന്ന ആദ്യം തന്നെ എനിക്ക് ഫസ്റ്റ് അനുഭവം ഉണ്ടായിരുന്നു. അന്ന് സത്യം പറഞ്ഞാൽ അത്രയും ഞാൻ പേടിച്ചു. പിന്നെ നമ്മളെ എന്താ പറയുക, നമുക്ക് അത്രയും കിട്ടിയൊരു പിടിവള്ളിയാണ്. അന്നൊക്കെ ഞാൻ റീലിട്ടുണ്ടായിരുന്നു, അടിപൊളി ഓപ്പർച്യൂണിറ്റി, താങ്ക് യു നീ ആദ്യം എന്നെല്ലാം പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചു പിന്നെ അത് ശരിയാവുമായിരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി ലൈവിലും എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാമ്പ്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, എപ്പോൾ ഒരു ടൂള് പോലെയാണ്. അപ്പോൾ നീ അത് പറഞ്ഞ് എടാ റീച്ച് ആവണമെന്നുണ്ടെങ്കിൽ നീ ഒരു ടൂളായിട്ട് നിൽക്കണം. കാരണം ഒരാൾ ലൈവിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് എല്ലാവരും പെർഫോം ചെയ്യാൻ പറ്റില്ല. ഒരാളിപ്പോൾ ഷമീറോ മമ്മോ ആരെങ്കിലും ഒന്ന് ആവുകയാണെങ്കിൽ നീ അവർക്ക് കുനിഞ്ഞു കൊടുക്കണം മീൻസ് എന്ന് വെച്ചാൽ അവരിപ്പോൾ തെറി പറയുകയാണെങ്കിൽ തെറി കേട്ട് നിൽക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള അവസരങ്ങളാണെങ്കിൽ പോലും നീ അത് എടുക്കരുത്. അതായത് നീ അവിടെ നെഗറ്റീവ് പബ്ലിസിറ്റി വേണം, നീ കുറച്ച് ഓവറാക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായി എൻ്റെ റിയൽ ക്യാരക്ടർ അങ്ങനെയാണ്. എന്നെ അറിയുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഇങ്ങനത്തെ വീഡിയോ ചെയ്യണമെന്ന് പോലും ഞാൻ എത്ര പ്രാവശ്യം ആലോചിച്ചാൽ, പക്ഷേ ഇത് നിങ്ങൾ അറിയിക്കാതിരുന്നു കഴിഞ്ഞാൽ വേറെ നിവൃത്തില്ല എന്നുള്ളതുകൊണ്ടും അത്രത്തോളം മെസ്സേജ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നെഗറ്റീവ് ക്യാരക്ടറായി പോകുന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ അവസരത്തിൽ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. നിങ്ങളോട് ഞാൻ പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത്. പലപ്പോഴും ഞാൻ അവിടെ പോയപ്പോൾ ഞാനെന്നല്ല അവിടെയുള്ള എല്ലാവർക്കും സാലറി എന്നുള്ള രീതിയിൽ അവിടുന്ന് ഒരു ഉറുപ്പ്യ പോലും ഇന്നേ വരെ കിട്ടിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മാസം 1000 രൂപ പോലും എല്ലാ മാസവും നമുക്ക് ഇന്നേ വരെ തന്നിട്ടില്ല. പൈസ തന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളതിലല്ല ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങളോട് നമുക്ക് ലക്ഷങ്ങൾ മാസം വരുമാനം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഉറുപ്പ്യ വരെ ഇന്നേ വരെ കൊടുത്തിട്ടില്ല. പക്ഷേ എനിക്കേറ്റവും സങ്കടം അതല്ലടാ, ഞാൻ അവിടെ ഒരു 4-5 മാസം വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു രീതിയിൽ വർക്കായിട്ടൊന്നുമല്ല ഇതിനെ കണ്ടത്. പക്ഷേ നമുക്ക് നമ്മളെ ജീവിതത്തിൽ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും. പിന്നെ നമുക്ക് ആളുകൾ അറിയുന്നുണ്ട്, പുറത്തിറങ്ങുമ്പോൾ 4 ആൾക്കാർ അറിയുന്നുണ്ട്. അപ്പോൾ അറിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ ഇത്രയും കാലം ഞാൻ ഇതിൻ്റെ അവിടെ ഇരുന്നതിന് മുമ്പ് അത്രയും ഒരു ദിവസം തന്നെ 4-5 റീലൊക്കെ ഞാൻ എടുത്തിട്ട് എനിക്ക് റീച്ചായില്ല. അപ്പോൾ ഇവൻ്റെ അവിടെ സന്തോഷവും കിട്ടും, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഫെയിമും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയത്. പക്ഷെ നിങ്ങളറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ വലിയ പ്രൊഫഷണൽ ഫുഡ് ഉണ്ടാക്കുന്ന ആളല്ല. ഫുഡ് ഉണ്ടാക്കുന്നതിൽ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവും. ഭയങ്കര കുക്കല്ല ഞാൻ. രാവിലെ അവർ ഫുഡ് വേണ്ട, ഉച്ചക്കും വൈകുന്നേരം രാത്രിയാണ് അവർ ഫുഡിൻ്റെ ആവശ്യം. ഫുഡ് ഉണ്ടാക്കിയിട്ടെല്ലാം കൊടുക്കും. അതിൻ്റെ ഇടയിൽ അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ എടാ നമുക്കില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ അടിമകളായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞില്ലേ. നമുക്കിപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ തിന്ന പാത്രം, അതായത് നമ്മൾ ഈ എച്ചിൽ എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെ വേസ്റ്റിലേക്ക് എടുത്തിട്ട് നമ്മൾ കൈ വെക്കണ്ടേ. ഇന്നേ വരെ ആ വീട്ടിൽ നിന്നിട്ട് നീ അത് അവൻ്റെ പ്ലേറ്റ് കഴിയിട്ടില്ല, അതൊക്കെ കഴുകേണ്ടി വരുന്നത്. അത് കുഴപ്പമില്ല, അത് നമ്മൾ പിന്നെ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. എടാ ഒരാളിട്ട അടി വസ്ത്രം നമ്മൾ എന്തിനാണ് കഴുകുന്നത്? വേറൊരാളിട്ട അടി വസ്ത്രം എന്തിനാണ് നമ്മൾ കഴുകേണ്ട അവസ്ഥ വരുന്നു? ഇനി ഓക്കെ അതും നമ്മൾ ചെയ്യാം. എടാ അതൊക്കെ ചെയ്യുമ്പോൾ അത് ഓനെ അലക്കാൻ പറയുമ്പോൾ നമുക്ക് അലക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഓൻ്റെ ഗേൾ ഫ്രണ്ട് വന്നിട്ട് എന്താ പറയുക, എടാ ഒരാണിനില്ലടാ, ആണിന് എന്തില്ലെങ്കിലും കുറച്ച് അതായത് ഓനക്ക് ഒരാണാന്നുള്ള കുറച്ചൊരു അഭിമാനത്തിൻ്റെ ഒരു ഇതുണ്ട്. ഓൻ്റെ ഗേൾ ഫ്രണ്ട് വന്നിട്ട് പറയാം, ജാസി ഓൻ്റെ ഡ്രസ്സുണ്ട്, അണ്ടർവെയറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, അതൊന്ന് അലക്കണേ. ഇനിയിപ്പോൾ ഇൻ കേസ് അടുക്കളയിൽ നിന്ന് എന്തായി പോയിട്ട് തിരക്കായി പോയി കഴിഞ്ഞ് പറയും, അതെന്താ നിന്നോട് പറഞ്ഞതല്ല നീ എന്താ ചെയ്യാത്തത്? അതായത് ഓൻ്റെ ഗേൾ ഫ്രണ്ട് പോലും പറയുന്നത് വായുള്ള കേൾക്കേണ്ട ഒരവസ്ഥ അത്രയും. പിന്നെ ഞാൻ ഇന്നേ വരെ എൻ്റെ ഉമ്മ സത്യം സിഗരറ്റോ കഞ്ചാവോ ഡ്രഗ്സോ വെള്ളമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതെൻ്റെ ഉമ്മ അന്നും ഇന്നും പറഞ്ഞ കാര്യമാണ്, നീ എന്ത് വന്നാലും എന്തൊക്കെ ഇതിലായിപ്പോയാലും നീ അത് ഉപയോഗിക്കരുത്. പക്ഷെ അവിടുന്ന് ഇവൻ എന്നെ കൊണ്ട് ഡ്രഗ്സ് അടക്കം കുടിപ്പിക്കാൻ നോക്കി. ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ അതാ പറഞ്ഞടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ.
അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ അതിൻ്റെ ശേഷം മെൽവിന് ഫുഡ് ഉണ്ടാക്കാൻ വന്നില്ല. മെൽവിന് ഫുഡ് ഉണ്ടാക്കാൻ വന്നിട്ട് മെൽവിന് 1-2 മാസം സാലറി കൊടുത്ത ഞാനാടാ. ഞാനെങ്ങനെ സാലറി കൊടുത്തത് നിങ്ങൾക്കറിയോ? ഇപ്പോഴും ഇൻസ്റ്റയിൽ ചില പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ വന്ന പ്രൊമോഷൻ്റെ പേയ്മെൻറ്റ് കൊണ്ടാണ് ഞാൻ സാലറി കൊടുക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും എത്രത്തോളം പ്രൊമോഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. ആ ഗ്യാങ് ഹൗസിൽ ആദ്യമായിട്ട് റീലിട്ട ആൾ ഞാനാടാ. കാരണം ഞാൻ അതിൻ്റെ മുമ്പ് റീലും ഇതൊക്കെ ഇടുന്ന ഒരാളേനും. നിങ്ങൾക്കറിയായിരിക്കും ഞാൻ എൻ്റെ ജാസ് വ്ളോഗ് എന്നുള്ള ഇതിൽ ഇൻസ്റ്റയിൽ ഞാൻ അവസാനമായിട്ട് ഞാൻ ഒരു റീലിട്ടത് എപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാര്യമില്ല പറയുന്നത്. ഞാൻ ഗ്യാങ് ഹൗസ് പോകുന്നുണ്ട്, തൊപ്പിനെ കണ്ട് അവിടെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ റീലിട്ടതാണ്. അതിന് ശേഷം ഞാൻ എപ്പോഴാണ് ആ അക്കൗണ്ട് ആക്റ്റീവ് ആക്കുന്നറിയാം, അതിൽ റീലിടുന്നറിയാം. അവിടുന്ന് ഇറങ്ങി ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ നമ്മൾ പുതിയ ഗ്യാങ് ഹൗസ് എടുത്തപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് പിന്നെ റീലെടുക്കുന്നത്. ഇതിൻ്റെ റീസൺ എന്താ അറിയാം നിങ്ങൾക്ക്? ഞാൻ അവിടെ പോയിട്ട് നിയാദോട് പറഞ്ഞു, നിയാദ ഞാൻ വ്ളോഗൊക്കെ എടുക്കുക ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഞാൻ വ്ളോഗൊക്കെ എടുത്തോട്ടെ. എന്നോട് പറഞ്ഞ് ഇവിടെ വ്ളോഗും ലൈവും ചെയ്യുന്ന ഒരാൾ മതി, അയാൾ തന്നെ ഇനി അങ്ങോട്ടും ചെയ്യൂ, നിനക്കെന്തായാലും ഫെയിമും റീച്ചൊക്കെ ഉണ്ടാവുകൊണ്ട് നീ ചെയ്യണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ലടാ, നമുക്ക് അണ്ടർവെയർ അലക്കുക, എച്ചിലെടുക്കുക, പിന്നെ അതുപോലെ തന്നെ അതിലുപരിയാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ആവണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ സ്ഥലത്ത് എത്തുക, അവിടെ എത്താണ്ട് ഇതൊന്നും നമുക്ക് ആരോട് പറയാനോ പുറത്താരും അറിയിക്കാനൊന്നും നമുക്ക് പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ആരും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഈ പറയുന്ന കാര്യങ്ങൾ പോലും നിങ്ങളൊരിക്കലും വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ₹1 നമുക്ക് ഇന്നേവരെ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അവസാനം നമ്മൾ അവിടുന്ന് അവർക്ക് അതായത് മനസ്സിലായി കാര്യങ്ങൾ ഇങ്ങനെയാവും. എന്നിട്ട് അങ്ങനെ മനസ്സിലായ സമയത്ത് എന്തോ ആരെയോ ബോധിപ്പിക്കേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും അവസാനം നിങ്ങൾ റാംബോൻ്റെ ഒരിക്കൽ ലൈവിൻ്റെ ഒരു വലിയ പെരുന്നാളുടെ ലൈവിനെ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും നാട്ടിൽ പോയി, നീ അത് മാത്രമേ ഉള്ളൂ, ഓനക്ക് പെരുന്നാളില്ല, അതില്ല ഇതില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ആ പ്രാവശ്യം ഒരു ₹5000 കൈമത്തുനിന്ന്. എടാ എൻ്റെ കാര്യമൊക്കെ പോട്ടെ എന്ന് വിചാരിക്കുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പിന്നെ 1 വർഷമായിട്ടേ ഉള്ളൂ. ആ കരഞ്ഞു പോയ ഒരു സാഹചര്യം എപ്പോഴാണ് എടാ, ഞാൻ മമ്മൂൻ്റെ വീട്ടിൽ പോയി. ഞാൻ ഇരട്ടിയാണ് എൻ്റെ വീട്, മമ്മൂൻ്റെ വീട് ഇരിക്കൂറ. ഞാൻ വീട്ടിൽ പോയിട്ട് ആദ്യമായിട്ടാണ് മമ്മൂൻ്റെ വീട് കാണുന്നത്. ഞാൻ ബൈക്ക് എടുത്ത് പോയി ഓൻ്റെ വീട്ടിൽ പോയി. ഓൻ്റെ വീട് അതായത് റോഡിൽ കുറച്ച് ഉള്ളിലേക്ക് നടന്നു പോകണം. ഞാൻ പോയി ആ വീട് കണ്ടപ്പോൾ എന്തോ ആയിപ്പോയി. കാരണം എനിക്കൊന്ന് ഞാൻ കാണുന്നത് കുറച്ച് മുമ്പ് ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പാണ്. അതായത് ഏകദേശം 1.5 വർഷത്തോളം ഞാൻ അതിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ചോദിച്ചു ഞാൻ അന്ന് വരെ ഞാൻ മമ്മിയോടൊന്നും കാര്യങ്ങൾ സംസാരിക്കില്ല. അതായത് ഫിനാൻഷ്യലി നമ്മളാരും സംസാരിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ചോദിച്ചു, മമ്മ എന്താ നിൻ്റെ വീട് ഇങ്ങനെ? അതായത് നമ്മൾ പോകുമ്പോൾ വെച്ചാൽ ഓൻ്റെ വീട് ഓടിട്ടിട്ടാണ്, ജനലിങ്ങനെ പറഞ്ഞു കിടക്കുന്നു. ആ ഗ്രില്ലിനൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല. എന്തോ ഒരു നമ്മളെ പഴയ വീടുണ്ടാവില്ലേ, ഓൻ്റെ വീട്ടിൽ ഓനും ഓൻ്റെ അനിയനും ഉമ്മയാണ്. ഞാൻ ചോദിച്ചു, മമ്മ ഇതെന്താ ഇങ്ങനെ ചുറ്റുപാടൊക്കെ ഒരുമാതിരി? ഓനോട് ചോദിച്ചപ്പോൾ ഓൻ അപ്പോഴാണ് കാര്യങ്ങൾ പറയുന്നത്. എടാ നീ വിചാരിക്കുന്ന പോലെയല്ലേ, എനിക്കും ഇതേപോലെ തന്നെയാണ്. ആൾക്കാരോട് ഇങ്ങനെ പറയുമെങ്കിൽ പോലും ഇന്നേ വരെ ₹1 തന്നിട്ടില്ല. എടാ പൈസ തരുന്നോ തരാത്തെന്നില്ല, പക്ഷെ എന്തിനാണെന്നറിയടാ, നമുക്ക് പുറത്ത് ഒരാളോട് ₹1000 പോലും ചോദിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇവൻ്റെ അടുത്ത് ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ കടം ചോദിക്കുന്നുള്ളൊരിതുണ്ടാവും. നേരെ മറിച്ച് ആളുകൾ ഓപ്പണായിട്ടാണ് ഒന്നുമില്ല, അവരവിടെ എൻ്റർടൈൻമെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കടെങ്കിലും ചോദിക്കാൻ പറ്റുവാടാ. അല്ല ഞാൻ പറയുക, പൈസ കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മളാരും പോയതും. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് സാലറി തരാമെന്ന് പറഞ്ഞിട്ട് പോലും അത് തന്നിട്ടില്ല. അതുപോലത്തെ പിന്നെ ഷമീറിൻ്റെത്, മമ്മൂൻ്റെ കാര്യങ്ങളെല്ലാം പറയാൻ കുറേ ഉണ്ട്. കാരണം അതൊക്കെ അവരെന്നെ പറഞ്ഞോളൂ, ഞാനായിട്ട് പറയുന്നില്ല. ഷെയ്ഖിൻ്റെ വീട്ടിൽ നിന്ന് മുഖത്ത് ചവിട്ടിയതും അന്ന് തന്നെ ഞാൻ മമ്മൂനോട് പറഞ്ഞു, മമ്മു ഇത്രത്തോളം സഹികെട്ടിട്ട് നമ്മൾ ആരും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു രാജാവിനെ പോലെ മാത്രം ജീവിക്കുക. നമ്മളൊരു ഗനിയിൽ പണിയെടുക്കുന്ന ആൾക്കാരെ പോലെ പണിയെടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ, പ്രൊമോഷനിൽ കിട്ടിയിട്ടാണ് ഞാൻ മെൽവിനടക്കം 1-2 മാസം കൊടുത്ത്. പിന്നെ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ടാവില്ല എന്ന് പറഞ്ഞു. കാരണം നിങ്ങളെന്താ പറയുന്നത്, നമ്മളവിടെ ലൈവിൽ പെർഫോമും ചെയ്യണോ, കാര്യങ്ങളൊക്കെ കോമാളിക്കളിയും ചെയ്യിക്കണോ, എന്നിട്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഞാനൊരു സാലറി കൊടുക്കും വേണോ പ്രൊമോഷൻ ചെയ്തിട്ട്. ചില പ്രൊമോഷൻ പോലും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്ന എന്താ പറയുക, ചില മാസങ്ങളിൽ ഞാൻ അഥവാ ഫുഡ് ഉണ്ടാക്കുന്നതിലോ, അതായത് സമയം കുറച്ച് കൂടിപ്പോയാലോ, അല്ലെങ്കിൽ ഫുഡിന് ടേസ്റ്റ് കുറഞ്ഞാലോ, ഇല്ലെങ്കിൽ അവിടെ സ്പിൻ വീൽ അങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസുകളുണ്ടാവും, അത് എന്നോട് ചെയ്യാൻ പറയും. ഞാനാണ് അവിടുത്തെ ഒരു ആശാരിയും കൂടിയാണ്. ഞാൻ അവിടുത്തെ ഫുഡ് ഉണ്ടാക്കുന്നതും അലക്കുകാരനും ആശാരിയും അവിടെ നിലം വൃത്തിയാക്കുന്നതും കക്കൂസ് പോകുന്നതും ഒക്കെ ഞാനും മമ്മുമൊക്കെ തന്നെയാണ്. അതിലൊന്നും ബുദ്ധിമുട്ടില്ല, നമ്മൾ വീട്ടിലെക്കുമ്പോൾ നമ്മൾ ചെയ്യും. എന്നിട്ട് അതിലെന്തെങ്കിലും സ്പിൻ വീലിൽ ചിലപ്പം ഒരു ദിവസം ഉണ്ടായതാണ്, സ്പിൻ വീൽ എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി. അവസാനം ആ ബെയറിങ് ഞാൻ ആടെ വർക്ക്ഷോപ്പിൽ ആടിയിലും പോയിട്ടാണ് നമ്മൾ ആ സാധനമൊക്കെ ഒപ്പിച്ചിട്ട് സാധനം ഉണ്ടാക്കുക.
ഇതൊക്കെ ഉണ്ടാക്കി ബെയറിങ് പ്രോപ്പറായിട്ട് കറങ്ങുന്നില്ല, എന്തോ ഒരു ബെൻഡ് വന്ന് എന്നോട് പറയാം, ഒരു മാസം നീ ഒരു രീതിയിലും നീ ഇവിടുന്ന് കണ്ടൻറ്റ് വിടണ്ട, ഇൻസ്റ്റയിലും നീ ഒരു സാധനം പോസ്റ്റ് ചെയ്യണ്ട. ഞാൻ ഒരു കാലത്തൊക്കെ ഒരു 1.5 മാസമൊക്കെ വലിയ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റയിൽ ഒരു റീൽ ഇടാത്തൊരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് പ്രൊമോഷന് വന്ന ആൾക്കാരടക്കം അവരുടെ നടക്കം എനിക്ക് വെറുപ്പ് സമ്പാദിക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്കേ വരും. അതിനൊക്കെ കാരണം ഇതാണ്. എന്നോട് പറയാം, അതായത് അവിടുത്തെ ഓൻ്റെ ഡ്രസ്സ് അലക്കിയിട്ടില്ലെങ്കിലോ, ഫുഡിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്റ്റേക്ക് വന്നാലോ, ഇല്ലെങ്കിൽ അവിടുത്തെ എന്നോട് ചെയ്യാൻ പറഞ്ഞ സാധനങ്ങളിൽ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം പറയും ഒരു മാസത്തേക്ക്. അവിടെ വേറെ ഒന്നും സംസാരിക്കാനൊന്നും അങ്ങോട്ട് സംസാരിക്കാൻ പോലും പറയില്ല. എന്തെങ്കിലും പറയാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പം പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയിക്കോന്ന്. നമുക്കാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറ്റുമോ? ഇറങ്ങിയിട്ട് വേറെ അങ്ങോട്ട് പോകാൻ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്രയും കാലം അവിടെ പിടിച്ചു നിന്നത്. പിന്നെ തോന്നി ഇങ്ങനെ പോയിട്ട് ഒരു കാര്യമില്ല. എടാ, ഈ ഷമീർ എന്ന് പറഞ്ഞ വ്യക്തി അവൻ്റെ പെങ്ങളെ കല്യാണത്തിൻ്റെ സമയത്ത് ഇതിപ്പോൾ എനിക്ക് ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇനി ഞാൻ ഇതും കൂടി പറഞ്ഞിട്ട് നിർത്താം. അതായത് ഷമീറിൻ്റെ പെങ്ങളെ കല്യാണം ഇപ്പോൾ ഓൾറെഡി വരാൻ പോവുക. ആ സമയത്ത് ഓനിപ്പോൾ സ്ഥിരമായിട്ട് ഓന് സ്ട്രീം തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഓനെ കൊണ്ട് സ്ട്രീം തുടങ്ങിപ്പിച്ചിട്ട്, എടാ ഓനൊരു ദിവസം 6-7 മണിക്കൂർ ചെയ്യും. കാരണം അതിനെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ കൊടുക്കാമല്ലോ. പെങ്ങളെ കല്യാണത്തിന് നമുക്ക് എല്ലാവരും ആഗ്രഹം. ഓൻ്റെ അടുത്ത് ഒന്നും കൊടുക്കാനില്ല. ഓൻ പൈസ എങ്ങനെയെങ്കിലും കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓനെന്താക്കി, അത്രത്തോളം ഒരു 6-7 മണിക്കൂർ സ്ട്രീം ചെയ്തിട്ട് അവസാനം നോക്കുമ്പോൾ പൈസ മൊത്തം പോകുന്നു നിയാദിൻ്റെ അക്കൗണ്ടിലേക്ക്. നിയാദ് ഇതൊന്നും അറിയാണ്ട് ഇവൻ്റെ അക്കൗണ്ടിലേക്ക് മേടിച്ച്. അപ്പോൾ ഷമീർ പോയി ചോദിച്ചു, ഷമീർ നിയാദെ എന്തെങ്കിലും ഒന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞ സമയത്ത് നോക്കിയിട്ട് ആലോചിക്കുക, അത് നീ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് ഞാൻ നോക്കി ചെയ്തു തരും. ഇങ്ങനെ നോക്കി ചെയ്തു തരും എന്നുകൊണ്ട് ഇത്രയും കാലം നമ്മളെല്ലാവരും വലിപ്പിച്ചത്. നമുക്ക് മനസ്സിലായി ഈ കാര്യങ്ങൾ എന്തായി കഴിഞ്ഞാലും നമ്മളെ വെച്ചിട്ട് നമ്മൾ ആദ്യം വിചാരിച്ച് നിയാദിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കായിരിക്കും എല്ലാ നേട്ടങ്ങൾ. അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളും വിചാരിച്ചിട്ടുണ്ടാവുക. അവിടെ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഈ ഓർഗ് എന്ന് പറഞ്ഞ സാധനം, ഓർഗ് എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. നിങ്ങളെ പറഞ്ഞ് വെറുതെ പറ്റിക്കുകയാണ്. ഒരു ഓർഗും ഇല്ല. അൾട്ടിമേറ്റ് എല്ലാ തീരുമാനങ്ങളും ഓൻ പറയുന്നില്ല ലൈവിൽ എന്ത് കാര്യം വന്നു കഴിഞ്ഞാൽ ഓർഗിനോട് ചോദിക്കാമെന്ന്. ഓർഗൊന്നും ഇല്ലടാ. MRG എന്ന് പറഞ്ഞ ഓർഗൊന്നും ഇല്ല. അത് പണ്ടേ ഇവരൊരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റി, ഈകളും ഇവരൊക്കെ ഉണ്ട ഒരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയാണ്. അതിൻ്റെ ഏതൊരാൾ ഗൾഫിലുണ്ട്, പക്ഷേ അത് ഇവൻ്റെ ഓർഗോ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല. ഇവൻ തന്നെയാണ് അൾട്ടിമേറ്റ് തീരുമാനിക്കുന്നത്. പിന്നെ പ്രൊമോഷൻ്റെ ആൾക്കാർ പറയാനുള്ളത്, നിങ്ങൾക്കൊരു പക്ഷേ മമ്മൂൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പാർട്ട്ണർഷിപ്പിലും കൂടിയൊക്കെയാണ്. അവർക്കൊന്നും ഒരു ഉറുപ്പ്യ കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെന്താ പറയുക, അപ്പോൾ അതിനെപ്പറ്റിയൊന്നും നമ്മൾ ഇന്നേവരെ സംസാരിച്ചില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, സെൻറ്റർ ഓഫ് അട്രാക്ഷനും പില്ലറൊക്കെ ഓനാണ് എന്നാണോ പറയുന്നതും അങ്ങനെ തന്നെ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനൊന്നും സംസാരിക്കാൻ പോലുള്ളൊരു കാര്യങ്ങളില്ല. എന്നിട്ട് ഷമീറിനോട് പറഞ്ഞ് ഇറങ്ങിപ്പോടാ. അപ്പോൾ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ സമയത്ത് ഷമീർ അപ്പം ഇറങ്ങി. വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അന്നും ഈ സാഹചര്യത്തിൽ ഈ അവസരത്തിൽ എനിക്ക് പറയാൻ പറ്റൂല. അപ്പോൾ എന്തായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഇനിയിപ്പോൾ നമ്മളെയും തൊപ്പീനും ഒരുമിച്ച് കാണാൻ പറ്റുമെന്നോ ഒരുമിച്ച് ഉണ്ടാവുമോ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഒരിക്കലും ഇനി അങ്ങനെ ഉണ്ടാവില്ല. കാരണം എന്തായി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച് അനുഭവിച്ച് ഇനിയിപ്പോൾ എന്തായി കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളത് ചെയ്യുക. ഇനി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. വേറെ ഒന്നും വിചാരിക്കരുത്. ഇൻബോക്സിൽ മെസ്സേജ് അയച്ചിട്ട് ഈഗോ ആണോ മറ്റേതാണോ മറിച്ചാണോ എന്ന് ചോദിക്കരുത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൂടെ മാത്രമാണ്. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ. ബൈ.